ഹായ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കറിയാം, ഒരു ബിസിനസ് തുടങ്ങുന്ന സമയത്ത് ഏറ്റവും അത്യാവശ്യമുള്ള കാര്യം എന്താണെന്ന് ചോദിച്ച് പലരും വരാറുണ്ട്. ഒരു പുതുതായിട്ടൊരു ബിസിനസ് തുടങ്ങുകയോ അല്ലെങ്കിൽ ബിസിനസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നു, പുതിയൊരു ഡിവിഷൻ ആഡ് ചെയ്യാൻ പോകുന്നു, ഒരു പുതിയ പ്രോഡക്റ്റ് കൊണ്ടുവരാൻ പോകുന്നു. ഈ സമയത്തൊക്കെ നമുക്ക് ഉണ്ടാവേണ്ട ഒരു സാധനമാണ് ഒരു ബിസിനസ് പ്ലാൻ. ഒരു ബിസിനസ് പ്ലാൻ ഉണ്ടാക്കേണ്ടതിന് ആവശ്യമായിട്ടുള്ള കുറച്ച് പോയിന്റുകളാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. നമ്പർ 1, ആദ്യം നിങ്ങളുടെ ബിസിനസ് പ്ലാനിൽ ഉണ്ടായിരിക്കേണ്ട സാധനമാണ് എക്സിക്യൂട്ടീവ് സമ്മറി. നിങ്ങൾ ആരെയാണത് അഡ്രസ്സ് ചെയ്യാൻ പോകുന്നത് അവരുടെ അറ്റൻഷൻ ഇതിലേക്ക് കൊണ്ടുവരത്തക്ക രീതിയിലുള്ള ഒരു 1 പാരഗ്രാഫ് എക്സിക്യൂട്ടീവ് സമ്മറി. 1-2 പാരഗ്രാഫ് ആയതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. സോ ഒരുപാട് ഡീറ്റെയിൽ അല്ലാതെ, എന്നാൽ ഒറ്റ വാക്കിൽ നിങ്ങളുടെ എക്സ്പെർട്ടൈസും നിങ്ങളുടെ പ്ലാനും നിങ്ങളുടെ ഫ്യൂച്ചറും നിങ്ങളുടെ പർപ്പസും നിങ്ങളുടെ വിഷൻ എല്ലാം മനസ്സിലാകുന്ന ഒരു എക്സിക്യൂട്ടീവ് സമ്മറി ഒരു ബിസിനസ് പ്ലാനിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ആദ്യത്തെ ഘടകമാണ്. നമ്പർ 2, കമ്പനി ഡിസ്ക്രിപ്ഷൻ ആണ്. എങ്ങനെയാണ് നിങ്ങൾ ഈ കമ്പനി ഫോം ചെയ്യാൻ പോകുന്നത്, അതിൻ്റെ ലീഗൽ സ്ട്രക്ചർ എങ്ങനെയാണ്, ആരൊക്കെയാണ് അതിന് ലീഡ് ചെയ്യാൻ പോകുന്നത്, ഡയറക്ടേഴ്സിൻ്റെ എക്സ്പെർട്ടൈസ് എന്തൊക്കെയാണ്, അവരുടെ ക്വാളിഫിക്കേഷൻസും ക്വാളിറ്റീസും, കഴിഞ്ഞ കാലങ്ങളിൽ ഏതൊക്കെ ബിസിനസ് അവർ ചെയ്തിട്ടുണ്ട് തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിശദീകരിക്കുന്നതാണ് കമ്പനിയുടെ ഡിസ്ക്രിപ്ഷൻ. അത് LLP ആവാം, പ്രൈവറ്റ് ലിമിറ്റഡ് ആവാം, സോളോപ്രനർഷിപ്പ് ആകാം, പബ്ലിക് ലിമിറ്റഡ് ആകാം. നിങ്ങൾ എങ്ങനെയാണ് അതിനെ പ്ലാൻ ചെയ്യാൻ പോകുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒരു ഡീറ്റെയിൽ. നമ്പർ 3, മാർക്കറ്റ് റിസർച്ച്. നിങ്ങളൊരു പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു സർവീസ് മാർക്കറ്റിലേക്ക് ഇറങ്ങാൻ പോകുമ്പോൾ തീർച്ചയായിട്ടും ഒരു ഇൻവെസ്റ്റർക്കാവട്ടെ, അതല്ലെങ്കിൽ അതിലേക്ക് ഫണ്ട് തരുന്ന ബാങ്കിനാവട്ടെ, ഫൈനാൻസർക്കാവട്ടെ, എല്ലാവർക്കും അറിയേണ്ട ഒരു കാര്യമുണ്ട്. ഈ ബിസിനസ്സിന് എത്രമാത്രം റെലവൻസ് ഉണ്ട്, ഇതിന് എത്രമാത്രം അക്സെപ്റ്റൻസ് ഉണ്ട്, ഇത് എത്രമാത്രം വിജയിക്കുന്നതാണ്, ആരാണ് ഇതിൻ്റെ കസ്റ്റമേഴ്സ്, എങ്ങനെയാണ് അവരിതിലേക്ക് വാങ്ങാൻ വരുന്നത്, എത്രമാത്രം മാർക്കറ്റ് ഷെയർ ഉണ്ട്, മാർക്കറ്റ് ക്യാപ്പ് എത്രമാത്രം ഉള്ളൊരു ബിസിനസ്സിലാണ് നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വളരെ വ്യക്തമായിട്ടുള്ള അനലൈസ് ചെയ്ത ഡാറ്റ തന്നെ ആയിരിക്കണം നിങ്ങൾ ഇതിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. കാരണം നിങ്ങളുടെ കസ്റ്റമർ ആരാണ്, അവരുടെ ഏജ് ഗ്രൂപ്പ് എത്രയാണ്, അവരുടെ ഡെമോഗ്രഫി എന്താണ്, അവരുടെ ബിഹേവിയറൽ പാറ്റേൺ, അവരുടെ കൾച്ചർ എന്താണ്, അവരെന്തുകൊണ്ട് ഇത് ചൂസ് ചെയ്യുന്നു, എന്താണ് നിങ്ങളുടെ നിലവിലുള്ള കോമ്പറ്റീറ്റീവ് സ്പേസ് എന്താണ് നിങ്ങൾക്കുള്ളത്, നിങ്ങൾ കൊണ്ടുവരാൻ പോകുന്നതിലെ അഡ്വാൻറ്റേജ് നിങ്ങൾക്ക് എങ്ങനെയാണിത് നിങ്ങൾ കിട്ടാൻ പോകുന്നത് തുടങ്ങിയതിനെ കുറിച്ച് ആ മാർക്കറ്റ് റിസർച്ച് ചെയ്തതിൻ്റെ പ്രോപ്പർ ഡാറ്റ, ഒരു മാർക്കറ്റിനെ കുറിച്ചുള്ള കൃത്യമായി ക്ലിയർ ആയിട്ടുള്ള ജെനുവിൻ ഡാറ്റ ആയിരിക്കണം നിങ്ങൾ അതിനകത്ത് ഉൾപ്പെടുത്തേണ്ടത്. സോ അതും മൂന്നാമത്തെ ഭാഗമായിട്ട് ഒരു ബിസിനസ് പ്ലാനിൽ ഉണ്ടായിരിക്കണം. നമ്പർ 4, പ്രോഡക്റ്റ് ആൻഡ് സർവീസസ്. നമ്മളൊരു മാർക്കറ്റ് റിസർച്ച് നമ്മുടെ പ്രോഡക്റ്റിൻ്റെ സ്പേസ് ഒക്കെ കണ്ടെത്തി കഴിഞ്ഞാൽ അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ എന്ത് പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് ആണ് നിങ്ങൾ മാർക്കറ്റിലേക്ക് സൊല്യൂഷൻ ആയിട്ട് കൊടുക്കാൻ പോകുന്നത്, അതിൻ്റെ സ്പെഷ്യാലിറ്റീസ് എന്തൊക്കെയാണ്, അതിൻ്റെ USPs, യുണീക്ക് സെല്ലിംഗ് പോയിന്റുകൾ എന്തൊക്കെയാണ്, യുണീക്ക് ആയിട്ടുള്ള കോമ്പറ്റീറ്റീവ് എഡ്ജ് എന്തൊക്കെയാണ്, കോമ്പറ്റീഷനിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ കസ്റ്റമറെ കൂടുതൽ അട്രാക്ട് ചെയ്യാൻ പറ്റും തുടങ്ങി നിങ്ങളുടെ പ്രോഡക്റ്റിനെ കുറിച്ചും നിങ്ങളുടെ സർവീസിനെ കുറിച്ചുള്ള വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള സ്പെസിഫിക് ആയിട്ടുള്ള ഡാറ്റ അതിനകത്ത് ഡിസ്ക്രൈബ് ചെയ്തിരിക്കണം. എന്തൊക്കെയാണ് അതിൻ്റെ അഡ്വാൻറ്റേജ്, എങ്ങനെ നിങ്ങൾക്ക് വിൻ ചെയ്യാൻ പറ്റും തുടങ്ങിയ ഫുൾ ഡീറ്റെയിൽസ് അതിനകത്ത് കൊടുത്തിരിക്കണം. നമ്പർ 5, മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ് സ്ട്രാറ്റജി. പ്രോഡക്റ്റായി ബിസിനസ് പ്ലാൻ ഏകദേശം സെറ്റ് ആയിട്ടുണ്ട്, നിങ്ങൾ മാർക്കറ്റിൻ്റെ ഗ്യാപ്പ് മനസ്സിലാക്കി. ഇനി ഇത് എങ്ങനെ നിങ്ങൾ അവരിലേക്ക് എത്തിക്കുന്നത്, നിങ്ങളുടെ കസ്റ്റമറിലേക്ക് ഇത് എങ്ങനെയാണ് എത്തിക്കുന്നത്, അവർക്ക് എങ്ങനെയാണിത് ആ അവയർനെസ് കൊടുക്കാൻ പോകുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ അവെയർ ചെയ്യാൻ പോകുന്നത്, ഏതൊക്കെ മീഡിയാസ് ആണ് നിങ്ങൾ ഉപയോഗിക്കാൻ പോകുന്നത്, എങ്ങനെയാണ് ഇത് സെല്ല് ചെയ്യാൻ പോകുന്നത്, എത്ര പ്രൈസിനാണ് സെല്ല് ചെയ്യാൻ പോകുന്നത്, മാർജിൻ എത്രയാണ് തുടങ്ങിയ കാര്യങ്ങളിൽ ഒരു വ്യക്തമായ ക്ലാരിറ്റി നിങ്ങളെ ബിസിനസ് പ്ലാനിനകത്ത് ഉണ്ടായിരിക്കണം. നിങ്ങൾ എങ്ങനെയാണ്, ഏത് മീഡിയയാണ്, മാർക്കറ്റിംഗ് ആണ്, ഏകദേശം അത് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മാർക്കറ്റിംഗ് കോസ്റ്റ് അറിയാൻ പറ്റും, പ്രൈസിങ് അറിയാൻ പറ്റും. സോ സെല്ല് ചെയ്യുന്നത് എങ്ങനെയാണ്, സെല്ലിംഗ് സ്ട്രാറ്റജി എങ്ങനെയൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങൾ നിങ്ങൾ ഡിഫൈൻ ചെയ്തിരിക്കണം നിങ്ങളുടെ ബിസിനസ് പ്ലാനിനകത്ത്. നമ്പർ 6, നിങ്ങളുടെ മാനേജ്മെൻറ്റ് ടീം. ഒരു ബിസിനസ്സിനെ എഫക്റ്റീവായിട്ട് റൺ ചെയ്യണമെങ്കിൽ നിങ്ങളുടെ മാനേജ്മെൻറ്റ് ടീം ആരൊക്കെയാണ്? നേരത്തെ ടോപ്പ് ലെവൽ മാനേജ്മെൻറ്റിന് മാത്രമാണ് പറഞ്ഞെങ്കിൽ ആരാണ് HR ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യാൻ പോകുന്നത്, ആരാണ് സെയിൽസ് ആൻഡ് മാർക്കറ്റിംഗ് ഹെഡ് ചെയ്യാൻ പോകുന്നത്, ആരാണ് ഓപ്പറേഷൻ ടേക്ക് ഓവർ ചെയ്യാൻ പോകുന്നത്, അവരുടെ ക്വാളിഫിക്കേഷൻസ് എന്തൊക്കെയാണ്, അവരുടെ എഫിഷ്യൻസി എന്തൊക്കെയാണ്. ചില പോസ്റ്റുകൾ നമുക്ക് ഫില്ല് ചെയ്യാനുണ്ടാവാം. അങ്ങനെയാണെങ്കിൽ ഏത് ടൈപ്പ് ക്വാളിഫൈഡ് ആയ ആളെയാണ് നിങ്ങൾ അവിടെ കൊണ്ടുവരാൻ പോകുന്നത്? എഞ്ചിനീയറിംഗ് ഡിവിഷൻ ആണെങ്കിൽ എന്താണ് അയാളുടെ ക്വാളിഫിക്കേഷൻ, ഏത് രീതിയിലാണ് അവരെ കൊണ്ടുവരാൻ പോകുന്നത് തുടങ്ങിയതിനെ കുറിച്ചുള്ള വ്യക്തമായിട്ടുള്ള ഒരു ക്ലാരിറ്റി നിങ്ങളുടെ ബിസിനസ് പ്ലാനിനകത്ത് എക്സ്പ്ലെയിൻ ചെയ്തിരിക്കണം. നമ്പർ 7, ഓപ്പറേഷൻ പ്ലാനാണ്. നിങ്ങൾ എങ്ങനെയാണ് ഇതിനെ ഡേ ടു ഡേ ഓപ്പറേഷനിൽ ഇതിനെ എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത്, അതിനുവേണ്ട ടെക്നോളജീസ് എന്തൊക്കെയാണ്, ഓഫീസ് എന്തൊക്കെയാണ്, എക്യുപ്മെൻറ്റ്സുകൾ എന്തൊക്കെയാണ്, ഡേ ടു ഡേ ആക്ടിവിറ്റീസ് നിങ്ങൾ എങ്ങനെയാണ് മോണിറ്റർ ചെയ്യാൻ പോകുന്നത്,
മീറ്റിംഗ്സുകൾ എങ്ങനെയാണ് സെറ്റ് ചെയ്യാൻ പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് വ്യക്തമായിട്ട് വിശദീകരിക്കുന്ന ഒരുപാട് ഡീറ്റെയിൽസ് ഒന്നും വേണ്ട, പക്ഷെ ഒരു മിനിമലായിട്ട് കാര്യങ്ങൾ വ്യക്തമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതായിരിക്കണം നിങ്ങളുടെ പ്ലാനിനകത്തുള്ളത്. അതുപോലെ തന്നെ 8ാമത്തെ സാധനമാണ് ഫൈനാൻഷ്യൽ പ്രൊജക്ഷൻ. നിങ്ങളുടെ ഈ ബിസിനസ് പ്ലാൻ ചെയ്യുന്ന സമയത്ത് എത്ര വർഷം കൊണ്ടാണ് നിങ്ങളുടെ ബിസിനസ് റിട്ടേൺ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത്? അതിന് എക്സ്പെക്റ്റ് ചെയ്യുന്ന എക്സ്പെൻഡിച്ചർ ക്യാഷ് ബുക്ക് പോലെ നിങ്ങൾക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനമാണ് ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ്. എത്ര എക്സ്പെൻസ് ആണ് അടുത്തൊരു വർഷത്തേക്ക് വരുന്നത്, റവന്യൂ എത്രയാണ് വരുന്നത്, കോസ്റ്റ് ഓഫ് കസ്റ്റമർ അക്വിസിഷൻ എത്രയാണ് വരുന്നത് തുടങ്ങിയ കാര്യങ്ങളിൽ ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണ്, വേരിയബിൾ കോസ്റ്റ് എത്രയാണ് തുടങ്ങിയ ക്യാഷ് ഫ്ലോ പ്രൊജക്ഷൻസ് കൃത്യമായിട്ടുണ്ടായിരിക്കണം. നമ്പർ 9 ഫണ്ടിങ് റിക്വസ്റ്റ്. ഇത് എല്ലാ ബിസിനസ് പ്ലാനിലും വേണമെന്നില്ല, പക്ഷെ നിങ്ങൾ ഒരു ഫൈനാൻഷ്യൽ സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ടാണ് ഈ ഒരു ബിസിനസ് പ്ലാൻ പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ, നിങ്ങളൊരു ഇൻവെസ്റ്ററെ നോക്കുകയാണ്, എക്സ്റ്റേണൽ ഫണ്ട് നിങ്ങൾ പ്രതീക്ഷിക്കുകയാണെങ്കിൽ, നിങ്ങൾ അതിനകത്ത് എത്ര ഫണ്ടാണ് നിങ്ങൾ പുറത്തുനിന്ന് കളക്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അത് എന്താണ് അതിന് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്, എത്ര പെർസെൻറ്റേജ് സ്റ്റേക്കാണ് നിങ്ങൾ ഡയലൂട്ട് ചെയ്യാൻ പോകുന്നത്, ഏത് രീതിയിലാണ് നിങ്ങൾ കൊടുക്കാൻ പോകുന്നത്, അതോടൊപ്പം തന്നെ ആ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. ആ ഫണ്ട് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ഓപ്പറേഷനിൽ തന്നെയാണോ ഇൻവെസ്റ്റ് ചെയ്യുന്നത്, അതല്ല നിലവിലുള്ള ഡയറക്ടേഴ്സ് എടുക്കുകയാണോ തുടങ്ങിയ കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ക്ലാരിറ്റി, എസ്പെഷ്യലി ഫണ്ടിങ് റിക്വസ്റ്റിനകത്ത് നിങ്ങൾ ആ ഫണ്ട് കൊണ്ട് ചെയ്യാൻ പോകുന്ന എന്താണെന്നുള്ള ക്ലാരിറ്റി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റിയിരിക്കണം. സോ ഇത്രയും സാധനങ്ങൾ ഉണ്ടെങ്കിൽ ഒരു ബേസിക് ആയിട്ടുള്ള ബിസിനസ് പ്ലാന് നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇനി നമുക്കൊരു ബിസിനസ് ഐഡിയ മനസ്സിലുണ്ടെങ്കിൽ വളരെ വ്യക്തമായിട്ടുള്ളൊരു ബിസിനസ് പ്ലാൻ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് ഡ്രാഫ്റ്റ് ചെയ്യാവുന്നതാണ്. ഇതുപോലെ ബിസിനസ് റിലേറ്റഡ് ആയിട്ടുള്ള ഒരുപാട് വീഡിയോസ് നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളിൽ നമ്മുടെ എല്ലാ പ്ലാറ്റ്ഫോമിലും, ഇൻസ്റ്റഗ്രാമിലാണെങ്കിലും ഫേസ്ബുക്ക് ആൻഡ് യൂട്യൂബ് പ്ലാറ്റ്ഫോമുകളുണ്ട്. അപ്പോൾ നിങ്ങളൊരു ബിസിനസ് ചെയ്യുന്ന ഒരാളാണ്, ബിസിനസ് ഭാവിയിൽ ചെയ്യണമെന്ന് ആഗ്രഹമുള്ള ആളാണെങ്കിൽ ഈ അക്കൗണ്ട് നിങ്ങൾ ഫോളോ ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഓൾ ദ വെരി ബെസ്റ്റ്. നിങ്ങൾക്ക് അടുത്ത ഒരു 1.5 വർഷം കൊണ്ട് സൂപ്പർ സക്സസ്സിലേക്ക് നിങ്ങളുടെ ലൈഫിനെ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ടോ? ഒരു പറ്റം ആളുകളുടെ കൂടെ നിങ്ങളുടെ ലൈഫ് പർപ്പസ് ഒക്കെ മനസ്സിലാക്കി ലീഡർഷിപ്പ് സ്കിൽ, കമ്മ്യൂണിക്കേഷൻ സ്കില്ല് എല്ലാം ഡെവലപ്പ് ചെയ്തിട്ട് നിങ്ങളുടെ ലൈഫിനെ സൂപ്പർ സക്സസ്ഫുൾ ആക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞങ്ങളുടെ ഒരു മാസ് മെൻറ്ററിങ് കമ്മ്യൂണിറ്റി ഉണ്ട്, ബെഞ്ചാലി ചാമ്പ്യൻസ് ക്ലബ്. കൂടുതൽ അറിയാൻ താല്പര്യമുള്ളത് താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുക, അല്ലെങ്കിൽ വാട്സ്ആപ്പ് മെസ്സേജ് അയച്ചാൽ മതി. യു വിൽ ഗെറ്റ് എ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്. Thank you so much. This is me, Casac Benjali, the game changer.